പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. പുറപ്പാട് 3, 10 മുതൽ 12 വരെ. ആകയാൽ വരിക, നീ എൻ്റെ ജനമായ ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിക്കേണ്ടതിന് ഞാൻ നിന്നെ ഫറവോൻ്റെ അടുക്കൽ അയക്കും. മോശ ദൈവത്തോട് ഫറവോൻ്റെ അടുക്കൽ പോകുവാനും ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിക്കുവാനും ഞാൻ എന്തുമാത്രമുള്ള എന്ന് പറഞ്ഞു. അതിനവൻ, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. പ്രാർത്ഥിക്കും. ഞങ്ങളുടെ പാറയും വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, അടിയൻ്റെ വായിലെ വാക്കുകളും ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലെ ധ്യാനവും അങ്ങേക്ക് പ്രസാദകരമായിരിക്കണമേ. ആമേൻ. അഭിവന്യ മെത്രാപ്പോലിത്ത തിരുമേനി, അഭിവന്യ അപ്രേം തിരുമേനി, വന്യ വികാരി ജനറൽ അച്ഛന്മാരെ, ബഹുമാന്യരായ വൈദിക ശ്രേഷ്ഠരെ, കൊച്ചുമ്മമാരെ, ഇന്ന് ഈ ശുശ്രൂഷയിലൂടെ സഹോദരന്മാരുടെ ഗണത്തിൽ നിന്ന് ശമാശന്മാരുടെ പദവിയിലേക്ക് പ്രവേശിക്കുന്ന സഹോദരന്മാരെ, അവരെ ഈ ശുശ്രൂഷയ്ക്കായി പ്രോത്സാഹിപ്പിക്കുകയും ഒരുക്കുകയും ചെയ്ത മാതാപിതാക്കളെ, ഗുരുജനങ്ങളെ, വിശ്വാസ സമൂഹമേ, എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഏറെ നാളുകളുടെ പ്രാർത്ഥനയുടെയും ഒരുക്കത്തിൻ്റെയും ശേഷം ഇന്ന് ഈ നിയോഗ ശുശ്രൂഷയിലൂടെ കർത്താവിൻ്റെ മുന്തിരിത്തോട്ടത്തിൽ വേലക്കാരായി പ്രവേശിക്കുന്ന നിങ്ങൾക്ക് ആശംസകൾ. ഈ നിയോഗ ശുശ്രൂഷയിൽ വചന ശുശ്രൂഷ ചെയ്യുവാൻ എന്നെ അനുവദിച്ച അഭിവന്യ മെത്രാപ്പോലിത്ത തിരുമേനിയോടും അതെന്നോട് ആവശ്യപ്പെട്ട അഭിവന്യ സക്രിയാസ് മാർ അപ്രേം തിരുമേനിയോടും എനിക്കുള്ള സ്നേഹ ബഹുമാനങ്ങൾ രേഖപ്പെടുത്തുന്നു. ഇത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലമാണ്. കുറേ നാളുകൾക്ക് മുമ്പ് ഗാർഡിയൻ പത്രത്തിൽ ഒരു വാർത്ത വന്നു. മാർട്ടിൻ ലൂതറിൻ്റെ നവീകരണത്തോടനുബന്ധിച്ച് അതിൻ്റെ 500-ാം വാർഷികം ആഘോഷവേളയിൽ ജർമ്മനിയിലെ ഗുട്ടൻബർഗിൽ ഒരു റോബോ പ്രീസ്റ്റിനെ അവതരിപ്പിച്ചു. ഒരേ സമയം 5 ഭാഷകൾ കൈകാര്യം ചെയ്യുന്ന റോബോ പ്രീസ്റ്റ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഷ തിരഞ്ഞെടുക്കുവാനുള്ള ഓപ്ഷനുണ്ട്. പുരുഷൻ്റെ ശബ്ദം വേണോ, സ്ത്രീയുടെ ശബ്ദം വേണോ, അതിനും ഓപ്ഷൻ ഉണ്ട്. പട്ടക്കാരെ കൊണ്ട് സഹികെട്ട അവിടുത്തെ വിശ്വാസികൾ പറഞ്ഞു, ഇനി മുതൽ റോബോ പ്രീസ്റ്റ് മതി, ഒരു വഴക്കുമില്ല, ഒരു ചെലവുമില്ല. പട്ടത്ത ശുശ്രൂഷ യാന്ത്രികമാകുമ്പോൾ യന്ത്രങ്ങൾ തന്നെയാണ് നല്ലത് എന്ന് ആളുകൾ തീരുമാനിക്കുന്ന കാലമാണ്. അച്ഛന്മാരെ, ജാഗ്രത. അമേരിക്കയിലെ റോച്ചസ്റ്ററിൽ ബിഷപ്പായിരുന്ന ബിഷപ്പ് ഫുൾട്ടൺ ഷീൻ തൻ്റെ 60 വർഷത്തെ പൗരോഹിത്യ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കി എഴുതിയ ആത്മകഥയുടെ തലക്കെട്ട് ട്രഷർ ഇൻ ക്ലേ, മൺപാത്രത്തിലെ നിധി എന്നാണ്. ഓരോ ശുശ്രൂഷകനും മൺപാത്രത്തിലെ നിധിയാണ്. ശുശ്രൂഷകൻ വെറും മൺപാത്രവും താൻ ഏറ്റെടുത്തിരിക്കുന്ന ശുശ്രൂഷ ഏറ്റവും മഹത്തരവുമാണ്. ഒരു കോൺട്രാസ്റ്റ് ഇവിടെയുണ്ട്. ദ ഫ്രാജിലിറ്റി ഓഫ് ദ ഹ്യൂമൻ ബെയറർ ആൻഡ് ദ ഇമ്മൻസ്ലി പ്രഷ്യസ് ട്രഷർ ഓഫ് ദ ഗോസ്പൽ. ഫുൾട്ടൺ ഷീൻ്റെ ഭാഷയിൽ അവിടുത്തെ വൈദികരാകുവാൻ മാലാഖമാരെ അല്ല വിളിച്ചത്, മറിച്ച് മനുഷ്യരെയാണ്. തൻ്റെ നിധി സൂക്ഷിക്കുവാൻ സ്വർണപാത്രങ്ങളല്ല, മൺപാത്രങ്ങളാണ് നിർമ്മിച്ചത്. ഞങ്ങൾക്ക് കരുണ ലഭിച്ചിട്ട് ഈ ശുശ്രൂഷ ഉണ്ടായി എന്ന് പൗലോസ് അപ്പോസ്തലന്റെ ബോധ്യം ഒട്ടും മങ്ങലേൽക്കാതെ സൂക്ഷിക്കുവാൻ നമുക്ക് കഴിയണം. കൂദാശകളുടെ അനുഷ്ഠാനം, അജപാലന ശുശ്രൂഷ, പ്രവാചക ധർമ്മം, ഇത് മൂന്നും ചേരുന്നതാണ് ക്രിസ്തീയ പൗരോഹിത്യത്തിൻ്റെ ഉൾക്കാമ്പ്. വേദപുസ്തകത്തിൽ മോശയാണ് ഇതിന് ഉത്തമ ഉദാഹരണം. ഇസ്രായേൽ ജനതയുടെ എക്കാലത്തെയും വീര നേതാവാണ് മോശ.
പുതിയ നിയമത്തിൽ മോശയുടെ പ്രതിപുരുഷൻ യേശു തന്നെയാണ്. ദ സെക്കൻഡ് മോസസ്, ദ ന്യൂ മോസസ്. മോശയ്ക്ക് ലഭിക്കുന്ന ദൈവവിളി, ദർശനം, നിയോഗം, ഇതാണ് പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിലെ പ്രമേയം. മോശയുടെ ആളത്വത്തെ രൂപപ്പെടുത്തിയ, മോശയിലെ നേതാവിനെ വാർത്തെടുത്ത 3 ആശയങ്ങൾ ഈ വേദഭാഗത്തിൻ്റെ പശ്ചാത്തലത്തിൽ പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുകയാണ്. 1, മരുഭൂമിയും മുൾപടർപ്പും. വി.ജി. തമ്പിയുടെ ഒരു നിരീക്ഷണമുണ്ട്. പൂക്കളോട് മാത്രമല്ല, മുള്ളുകളോടും കൃതജ്ഞത വേണം. ക്ഷതങ്ങളുടെ വാതിൽ തുറന്നാണ് ദൈവം കടന്നു വരുന്നത്. മോശയുടെ ജീവിതത്തിലെ ആദ്യ ഘട്ടം മിസ്രൈമിലെ കൊട്ടാരമാണ്. അവിടെ നിന്ന് ഓടിപ്പോകുവാനുള്ള സാഹചര്യമൊക്കെ 2-ാം അധ്യായത്തിൽ വിവരിക്കുന്നുണ്ട്. മോശ മിദ്യാനിലെത്തി പുരോഹിതനായ യിത്രോവിൻ്റെ മകളെ വിവാഹം കഴിച്ച് അദ്ദേഹത്തിൻ്റെ ആടുകളെ മേയിച്ച് കഴിയുമ്പോൾ മരുഭൂമിയിൽ ഹോരേബ് പർവ്വതത്തിൽ വെച്ചാണ് മോശയ്ക്ക് ദിവ്യദർശനം ലഭിക്കുന്നതും ദൈവശബ്ദം കേൾക്കുന്നതും. മോശയുടെ ജീവിതത്തിൻ്റെയും ഇസ്രായേൽ ജനതയുടെ ചരിത്രത്തിൻ്റെയും നിർണായകമായ വഴിത്തിരിവ്. ഒരുപക്ഷെ മിസ്രൈമിലെ ആപത്ത് ഭയന്ന് കുറെ കൂടെ സുരക്ഷിതമായ ഇടം തേടി പോന്നതാണ് മോശ. പൊള്ളിക്കുന്ന ഓർമ്മകളെ ഒഴിവാക്കുവാൻ ഓടിപ്പോയ മോശയ്ക്ക് മുമ്പിൽ ഇതാ കത്തുന്ന മുൾപടർപ്പ്, അഥവാ കത്തി അമരാത്ത മുൾപടർപ്പ്. അത് മോശയെ ഓർമ്മിപ്പിക്കുകയാണ്, നോ മോർ സേഫ് സോൺസ് ഇൻ ലൈഫ്, യു ആർ ഓൾവേസ് ഇൻ ഡേഞ്ചർ സോൺ. തീ അവസാനിക്കുന്നില്ല. നിയോഗ വഴികൾ ദുഷ്കരമാണ്, ഏറെക്കുറെ ദുരൂഹവുമാണ്. മരുഭൂമിയാണ് ആളത്വത്തെയും നേതൃത്വത്തെയും രൂപപ്പെടുത്തിയ ഇടം. മോശയുടെ മാത്രമല്ല, ദൈവജനത്തിൻ്റെ ചരിത്രഗതിയെയും നിർണയിച്ച പ്രധാന ഘടകവും മരുഭൂ പ്രയാണമാണ്. മരുഭൂമി വിജനമാണ്, ഊഷരമാണ്, വന്യമാണ്. അവിടെ തണലുകളില്ല, ജലമില്ല, അനുകൂല കാലാവസ്ഥയില്ല. ഏകാന്തതയുടെയും അനിശ്ചിതത്വത്തിൻ്റെയും അടയാളമാണ് മരുഭൂമി. അത്യുഷ്ണവും അതിശൈത്യവും അപ്രതീക്ഷിത ആപത്തുകളും മരുഭൂമിയുടെ പ്രത്യേകതയാണ്. മരണം പതിയിരിക്കുന്ന ഭൂമി എന്നാണ് മരുഭൂമിയുടെ ഡിക്ഷണറി മീനിങ്. മോശയുടെ ജീവിതത്തിലും ദൈവജനത്തിൻ്റെ അനുഭവത്തിലും മരുഭൂമി പക്ഷേ അവർക്ക് ദൈവപരിപാലനയുടെയും സംരക്ഷണത്തിൻ്റെയും ഇടമായി. മരുഭൂമി അവരുടെ ആധ്യാത്മികയുടെ ഭാഗമായി. മരുഭൂമിയിൽ ആരാധിക്കുവാൻ തങ്ങളെ വിട്ടയക്കണമെന്നാണല്ലോ മോശ ഫറവോനോട് ആവശ്യപ്പെടുന്നത്. മരുഭൂമി അവർക്ക് ആത്മീയ ഊർജം പകർന്ന ഇടമാണ്. ദൈവം അവരെ കണ്ടെത്തിയത് മരുഭൂമിയിലാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപാട് അഗ്നിപരീക്ഷണങ്ങളുടെ ഇടമായിരുന്നു, പ്രലോഭനങ്ങളുടെ സ്ഥലമായിരുന്നു. അവിടെ അവർ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടു, ദൈവ സാന്നിധ്യം തിരിച്ചറിഞ്ഞു, ദൈവ പരിപാലനം രുചിച്ചറിഞ്ഞു. എഡ്യൂ ആസ്ക്യുവിൻ്റെ മെനി വോയിസസ് വൺ വോയിസ് എന്ന ഒരു ചെറിയ പുസ്തകമുണ്ട്. അതിൽ സിസ്റ്റർ ക്രിസ്റ്റി എന്ന ഭക്തയായ വനിതയുടെ വാക്കുകൾ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് നോട്ട് ദ പ്ലേസ് വെർ യു ആർ ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്, ഇറ്റ് ഈസ് ദ ഇൻറ്റൻസിറ്റി ഓഫ് യുവർ പ്രസൻസ് ദെയർ. ഇറ്റ് ഈസ് നോട്ട് ദ സിറ്റുവേഷൻ ദാറ്റ് കൗണ്ട്സ്, വാട്ട് കൗണ്ട്സ് ഇസ് ദാറ്റ് യു ആർ ഫുള്ളി അലൈവ് ഇൻ ദാറ്റ് സിറ്റുവേഷൻ. മരുഭൂമി സമാനമായ അനുഭവങ്ങളാണ് ഒരു ക്രിസ്തീയ ശുശ്രൂഷകന്റെ ആത്മീയ പാഠശാല. മരുഭൂമിയിലെ പരിപരുത്ത അനുഭവങ്ങളാണ് യോഹന്നാൻ സ്നാപകന്റെ വാക്കുകളെ മൂർച്ചയുള്ളതും ദർശനത്തെ ദീപ്തവുമാക്കി തീർക്കുന്നത്. യേശുവും തൻ്റെ പരസ്യ ശുശ്രൂഷയ്ക്ക് മുമ്പായി പ്രാർത്ഥനയ്ക്കും ഉപവാസത്തിനുമായി ചെലവിട്ട 40 ദിനരാത്രങ്ങൾ മരുഭൂമി തന്നെയായിരുന്നു. പുതിയ ദൗത്യത്തിനായി നിയോഗിതനാകുന്ന മോശയ്ക്ക് കത്തുന്നതും അതേസമയം കത്തി അമരാത്തതുമായ മുൾപടർപ്പ് ഒരു അടയാളമാണ്. 2, വിശുദ്ധ ഭൂമിയും സഞ്ചാരവും. വിശുദ്ധ ഭൂമിയും സഞ്ചാരവും. All journeys have secret destinations of which the traveler is unaware. മാർട്ടിൻ ബൂബറിൻ്റെ
ശ്രദ്ധേയമായ വാക്കുകളാണ്. നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയായാൽ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു കളയുക. 5-ാം വാക്യം. മരുഭൂമിയിലെ വെറും കാട്ടുപ്രദേശമാണ് ഹോരേബ് പർവ്വതത്തിൻ്റെ അടിവാരം. അതാണിപ്പോൾ വിശുദ്ധ ഭൂമിയായി മാറുന്നത്. ഹോരേബ് എന്ന വാക്കിൻ്റെ അർത്ഥം തരിശുഭൂമി എന്നാണ്, വേസ്റ്റ് ലാൻഡ്. ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബ് എന്നൊക്കെ പിന്നീടാണ് പേര് കിട്ടുന്നത്. മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ KC നാരായണൻ്റെ അക്ഷരം പ്രതി എന്ന ഒരു കോളമുണ്ട്. ചെരുപ്പിടാത്ത ബഷീറിനെ പറ്റിയാണ് ഈ ആഴ്ചയിൽ എഴുതിയിരിക്കുന്നത്. എന്തേ ചെരുപ്പിടാത്തത് എന്ന് ബഷീറിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടി, ഈ ഭൂമിയിൽ ചെരുപ്പിട്ട് ചവിട്ടുവാൻ എനിക്ക് പ്രയാസം തോന്നുന്നു. എത്രയോ കാലമായി അതൊന്നുമില്ല. KC നാരായണൻ പറയുന്നത് നമുക്ക് അത്ഭുതം തോന്നും. അത്രയ്ക്ക് അഗാധമാണ്. എത്രയോ ദൂരം ഈ ഭൂമിയിലെ വഴികളിലൂടെ നടന്ന ആ യാത്രികന്റെ ആത്മീയമെന്ന് പറയാവുന്ന ഭൂസ്നേഹം. വന്ദനാശിവയുടെ ഒരു നിരീക്ഷണമുണ്ട്. ഓരോ പിടി മണ്ണും വിശുദ്ധമാണ്. എവറി പാർട്ട് ഓഫ് ദിസ് എർത്ത് ഈസ് സീക്രട്ട്. ഇന്ന് പുണ്യസ്ഥലങ്ങൾ തേടി നെട്ടോട്ടമോടുന്ന ധാരാളം ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. ആ ഓട്ടത്തിനിടയിൽ തങ്ങൾ ചവിട്ടി നിൽക്കുന്ന ഇടം വിശുദ്ധമാണെന്ന യാഥാർത്ഥ്യം വിസ്മരിച്ചു പോകുന്നു. എവിടെയാണ് പുണ്യഭൂമി? നാം പാർക്കുന്ന ഭവനം, ജോലി ചെയ്യുന്ന സ്ഥലം, ആരാധിക്കുന്ന ആലയം, സഞ്ചരിക്കുന്ന പാതകൾ, നാം കീറിമുറിക്കുന്നതും വിഷലുപ്തമാക്കുന്നതും തുരന്നിടക്കുന്നതുമായ എല്ലാ ഇടങ്ങളും വിശുദ്ധമാണെന്ന് മറക്കരുത്. നിന്റെ സാന്നിധ്യമാകണം നീ നിൽക്കുന്ന ഇടത്തെ വിശുദ്ധമാക്കേണ്ടത്. തരിശുഭൂമികളെ പുണ്യഭൂമിയാക്കുവാൻ നിനക്ക് കഴിയണം. നിർഗുണമായതിനെ നിർമ്മലമാക്കുന്ന സൗമ്യ സാന്നിധ്യമാകണം നമ്മുടേത്. കാലിൽ നിന്ന് ചെരുപ്പഴിക്കുക എന്നതും ധ്യാനം ആവശ്യമായ ഒരു പ്രയോഗമാണ്. ചെരുപ്പ് ഒരു അടയാളമാണ്, സഞ്ചാരത്തിൻ്റെ അടയാളം. ദൈവജനത്തിൻ്റെ ചരിത്രം സഞ്ചാരത്തിൻ്റെ ചരിത്രമാണ്. ദൈവനിയോഗം ലഭിക്കുന്ന മോശ ഒരു വലിയ സഞ്ചാരത്തിനായി ദൈവജനത്തിനെ സജ്ജമാക്കുവാൻ പോകുകയാണ്. ഒരു പുതിയ പുറപ്പാട്, അവരുടെ ചരിത്രത്തെയും ഭാഗതത്തെയും നിർണയിക്കുന്ന പുറപ്പാട്. ക്രിസ്തു ശിഷ്യരും സഞ്ചാരികളാണ്. സഞ്ചാരിക്ക് സ്ഥിരമായ താല്പര്യങ്ങളോ ബാധ്യതകളോ ഉണ്ടാവില്ല. അധികം വിഴുപ്പ് ഭാണ്ഡങ്ങൾ കൊണ്ടു നടക്കുവാനും പാടില്ല. മോശയോട് നിന്റെ ചെരുപ്പ് അഴിച്ചു കളയുക എന്ന് പറയുന്നതിലൂടെ ഇതുവരെ നടന്ന വഴിയിൽ നിന്ന് വേറിട്ട വഴിയിൽ കൂടെ സഞ്ചരിക്കുവാനുള്ള ആഹ്വാനമായി നമുക്കതിനെ വായിക്കാം. ഇനിയും ആവശ്യമായത് മോശയുടെ അറിവിൻ്റെ വഴിയല്ല. മിസ്രൈമിലെ സകല ജ്ഞാനത്തിൽ നിപുണനായിരുന്നല്ലോ മോശ. തൻ്റെ താൻപോരിമയുടെയും കായബലത്തിൻ്റെയും വഴികൾ നിഷ്ഫലമാണെന്നും സഹിഷ്ണുതയുടെയും സഹനത്തിൻ്റെയും വഴികളിലൂടെയാണ് തനിക്കിന് സഞ്ചരിക്കാനുള്ളതെന്നും തിരിച്ചറിയുക. ഫറവോനെ പോലെ കഠിനഹൃദയനായ ഒരു ഭരണാധികാരിയാണ് നേരിടാനുള്ളത്. നിരന്തരം പിറുപിറുക്കുകയും പരാതിയും പരിവട്ടവും പറയുന്ന 600,000-ൽ പരം ജനത്തെ ഒരു ആട്ടിൻപറ്റത്തെ പോലെ നയിക്കേണ്ടതുണ്ട്. നിന്റെ ശക്തിയുടെ, അറിവിൻ്റെ, അധികാരത്തിൻ്റെ, അഹന്തയുടെ ചെരുപ്പുകൾ അഴിച്ചു കളയുക. പകരം വിശുദ്ധിയുടെ, സഹിഷ്ണുതയുടെ, സൗമ്യതയുടെ പുതിയ പാതുകം അണിയുക. ഒരു പുരോഹിതന്റെ ജീവിതത്തെപ്പറ്റി ലക്കോഡയറിൻ്റെ പ്രസിദ്ധമായ വാക്കുകൾ നമ്മൾ കേട്ടിട്ടുള്ളവരാണ്. ലൗകിക ആനന്ദങ്ങൾ ആശിക്കാതെ ലോകമധ്യേ ജീവിക്കുക, ആരുടെയും സ്വന്തമാകാതെ എല്ലാ ഭവനങ്ങളുടെയും അംഗമായിരിക്കുക, അങ്ങനെ എല്ലാ സഹനങ്ങളിലും പങ്കുചേരുക, എല്ലാ രഹസ്യങ്ങളും ധ്യാനിക്കുക, എല്ലാ മുറിവുകളും സുഖപ്പെടുത്തുക, മനുഷ്യരുടെ പക്കൽ നിന്ന് ദൈവത്തിങ്കലേക്ക് പോവുക, അവിടത്തേക്ക് അവരുടെ പ്രാർത്ഥനകൾ അർപ്പിക്കുക, ദൈവത്തിൻ്റെ പക്കൽ നിന്ന് മനുഷ്യരിലേക്ക് തിരിച്ചു വരിക, അവർക്ക് പാപപ്പൊറുമയും പ്രത്യാശയും പകരുക. എൻ്റെ ദൈവമേ, എത്ര മനോജ്ഞമീ ജീവിതം! ഓ യേശുക്രിസ്തുവിൻ്റെ പുരോഹിത, ഇതാണ് നിന്റെ ജീവിതം. 3. സാന്നിധ്യവും സഹായവും. ദൈവം മോശയെ ഏൽപ്പിക്കുന്ന നിയോഗം, ആകയാൽ വരിക, നീ എൻ്റെ ജനമായ ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിക്കേണ്ടതിന് ഞാൻ നിന്നെ ഫറവോന്റെ അടുക്കൽ അയക്കും. മോശ തൻ്റെ അയോഗ്യതകളും പരിമിതികളും ദൈവത്തോട് പറഞ്ഞ് പ്രതിരോധം സൃഷ്ടിക്കുകയാണ്.
ഫറവോന്റെ അടുക്കൽ പോകുവാനും ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിക്കുവാനും ഞാൻ എന്തുമാത്രമുള്ളൂ. മോശ പറയുന്ന ഒന്നാമത്തെ ഒഴികഴിവ് ആണത്. ദൈവം മോശയ്ക്ക് നൽകുന്ന ഉറപ്പ്, മറുപടി, ഞാൻ നിന്നോട് കൂടെയിരിക്കും. ഈ വലിയ ഉദ്യമത്തിൽ മോശ തനിയെയല്ല, ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം അവനോടൊപ്പം ഉണ്ടായിരിക്കും. തികച്ചും അപകടകരമായ ഈ വലിയ ദൗത്യത്തിനായി തന്നെ നിയോഗിക്കുന്ന ദൈവത്തിൻ്റെ നാമം എന്താണ് എന്നാണ് മോശയുടെ രണ്ടാമത്തെ ചോദ്യം. ദൈവം നൽകുന്ന മറുപടി, ഞാനാകുന്നവൻ ഞാനാകുന്നു. ഐ ആം ഹു ഐ ആം, ഐ ആം വട്ട് ഐ ഡു എന്ന് അതിനർത്ഥമുണ്ട്. ദൈവത്തിൻ്റെ ഉണ്മ ചരിത്രത്തിലെ പ്രവൃത്തികളാണ്, വർത്തമാനകാലത്തിലെ ഇടപെടലുകളാണ്. പിതാക്കന്മാരുടെ അനുഭവങ്ങളിൽ കൂടെയിരുന്ന ദൈവം ഇന്ന് ദൈവജനത്തിൻ്റെ കഷ്ടതകൾ കാണുകയും വിലാപങ്ങൾ കേൾക്കുകയും ചെയ്യുന്നവനാണ്. ദൈവത്തിൻ്റെ ശക്തി, വിശ്വസ്തത, സാന്നിധ്യം ഇവ വെളിപ്പെടുത്തുകയാണ് തൻ്റെ നാമത്തിലൂടെ. God reveals his power, God assures his fidelity, God promises his presence. ദൗത്യമേറ്റെടുക്കുവാൻ മടിച്ചും സന്ദേഹിച്ചും നിൽക്കുന്ന മോശയ്ക്ക് ദൈവം തൻ്റെ ജനത്തെ വിടുവിക്കുവാനുള്ള കർമ്മപദ്ധതിയുടെ ഒരു രൂപരേഖ തയ്യാറാക്കി നൽകുകയാണ്. എ ബ്ലൂ പ്രിന്റ് ഓഫ് ഹിസ് റൂട്ട്. മോശയോടൊപ്പം പ്രവർത്തിക്കുവാനുള്ള സന്നദ്ധ സംഘത്തെ ഇസ്രായേൽ മൂപ്പന്മാരുടെ ഇടയിൽ നിന്ന് തിരഞ്ഞെടുക്കണം. സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെയുള്ള പോരാട്ടത്തിൽ ദുർബലമെന്ന് തോന്നാമെങ്കിലും ജനസാമാന്യത്തിൻ്റെ സംഘബലം വളരെ പ്രധാനമാണ്. എബ്രായരുടെ ദൈവമായ യഹോവ തങ്ങൾക്ക് വെളിപ്പെട്ടെന്നും ദൈവത്തെ ആരാധിക്കുവാൻ മരുഭൂമിയിലേക്ക് 3 ദിവസത്തെ വഴി പോകുവാൻ തങ്ങളെ വിട്ടയക്കണമെന്ന് ഫറവോനോട് പറയുവാനുമാണ് ദൈവം മോശയെ ഭരമേൽപ്പിക്കുന്നത്. ഫറവോൻ ഏറ്റവും വെറുപ്പോടും നിന്ദയോടും കൂടിയാണ് എബ്രായരെ കണ്ടിരുന്നത്. എബ്രായർ എന്ന പദം തികച്ചും താണ ജോലികൾ ചെയ്യുന്ന കൂലിത്തൊഴിലാളികളെ വിശേഷിപ്പിക്കുവാനാണ് മിസ്രൈമ്യർ ഉപയോഗിച്ചിരുന്നത്. അധികാരത്തിൻ്റെ തിമിരം ബാധിച്ച സാമ്രാജ്യത്വ ശക്തികൾക്ക് ശക്തമായ സന്ദേശമാണ് ദൈവം മോശയിലൂടെ നൽകുന്നത്. ഏറ്റവും ദുർബലരും പീഡിതരും നിന്ദിതരും നിസ്സഹായരുമായ ജനതയ്ക്ക് സ്വന്തം ശക്തി കൊണ്ട് ഫറവോനെ എതിരിടുവാൻ കഴിയില്ല. എങ്കിലും സർവശക്തനായ യഹോവ എബ്രായർക്കൊപ്പമാണ്. അടിമകളാക്കപ്പെടുന്നവരോടും അവമതിക്കപ്പെടുന്നവരോടും ഒപ്പമാണ്. ഭുജബലം കൊണ്ടേ ഫറവോനെ കീഴ്പ്പെടുത്തുവാൻ കഴിയൂ. എന്നാൽ നിന്റെ ഭുജബലമല്ല, യഹോവയുടെ ഭുജം, ദൈവത്തിൻ്റെ ഭുജമായിരിക്കും അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ദൗത്യപാതയിൽ നമ്മുടെ പരിമിതികൾ നമുക്കൊരു പ്രതിസന്ധിയല്ല. ദൈവം അതിനൊക്കെ പോംവഴി കണ്ടിട്ടുണ്ട്. അവൻ്റെ സാന്നിധ്യവും സഹായവുമാണ് നമ്മുടെ ശക്തി. ഹിസ് പ്രസൻസ് ആൻഡ് സപ്പോർട്ട് ഈസ് അവർ സ്ട്രെങ്ത്. 3 ചിന്തകളാണ് പങ്കുവെക്കുവാൻ ശ്രമിച്ചത്. മരുഭൂമിയും മുൾപ്പടർപ്പും, വിശുദ്ധ ഭൂമിയും സഞ്ചാരവും, സാന്നിധ്യവും സഹായവും. പൊള്ളുന്ന ഓർമ്മകളും പൊള്ളിക്കുന്ന അനുഭവങ്ങളും എപ്പോഴും കൂടെ ഉണ്ടാകും. അത് നമ്മെ ഇല്ലാതാക്കാനല്ല, ഉണ്മയെ രൂപപ്പെടുത്തുവാനുള്ള ഊർജമായി മാറണം. തരിശുഭൂമികളെ പുണ്യസ്ഥലങ്ങളാക്കി മാറ്റുന്ന വിശുദ്ധ സാന്നിധ്യമാകണം നമ്മുടെ ശുശ്രൂഷ മേഖലകൾ. അധികമാരും സഞ്ചരിക്കാത്ത വേറിട്ട വഴികളെ ധൈര്യപൂർവ്വം അവലംബിക്കണം. ഈ ദൗത്യപാതയിൽ നമുക്ക് ബലം പകരുവാൻ, വഴികാട്ടുവാൻ അവിടുത്തെ സാന്നിധ്യവും സഹായവുമാണ് നമുക്കുള്ള വാഗ്ദാനം. ഇന്ന് ജൂൺ 21 എന്നെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രാധാന്യമുള്ള ദിവസമാണ്. 30 വർഷങ്ങൾക്ക് മുമ്പ് 1995 ജൂൺ 21 ഇതേ സമയത്താണ് ഭാഗ്യസ്മരണീയനായ അലക്സാണ്ടർ മാർത്തോമ വലിയ മെത്രാപ്പോലീത്തയുടെ കൈവെപ്പിനാൽ മറ്റ് 4 പേരോടൊപ്പം പുത്തങ്കാവ് മതിലകം പള്ളിയിൽ വെച്ച് ശമ്മാശ സ്ഥാനത്തേക്ക് പ്രവേശിച്ചത്. ജംഷഡ്പൂർ മാർത്തോമ ഇടവയിലേക്കാണ് ആദ്യത്തെ പോസ്റ്റിംഗ്. ആലപ്പി ബൊക്കാറോ എക്സ്പ്രസിൽ ആദ്യ യാത്ര പുറപ്പെട്ടത് ഇപ്പോഴും ഓർമ്മയുണ്ട്. വിശാഖപട്ടണം കഴിഞ്ഞപ്പോൾ ഒരു ബീഹാറി കുടുംബം ഞങ്ങളുടെ കമ്പാർട്ട്മെൻറ്റിൽ കയറി. അവരുടെ കൂട്ടത്തിൽ 2 ചെറിയ കുട്ടികൾ. അതിൽ മൂത്തവന് 10-12 വയസ്സ് പ്രായമുണ്ടാകും. എനിക്കും അവനും അറിയാവുന്ന മുറി ഇംഗ്ലീഷിൽ ഞങ്ങൾ വർത്തമാനം പറഞ്ഞുകൊണ്ടേയിരുന്നു. ഇറങ്ങേണ്ട സ്ഥലത്തെത്തിയപ്പോൾ എനിക്കൊരു പരിഭ്രമം. സ്വീകരിക്കുവാൻ ആൾ വരുമെന്നറിയാം, പക്ഷെ ആരെയും എനിക്കറിയില്ല, എന്നെ അറിയാവുന്നവർ ആരും അവിടെ ഇല്ലതാനും. അതുകൊണ്ട് കുപ്പായം എടുത്തിട്ടാൽ പെട്ടെന്ന് ആളുകൾക്ക് കണ്ടുപിടിക്കുവാൻ എളുപ്പമായിരിക്കുമെന്ന് വിചാരിച്ച്
ഞാൻ കമ്പാർട്ട്മെൻറ്റിൽ വെച്ച് എന്നെ കുപ്പായം ഇട്ടു. അതുവരെ കാണാത്ത വേഷത്തിൽ എന്നെ കണ്ടപ്പോൾ ബീഹാറി ബാലൻ്റെ കണ്ണുകൾ തിളങ്ങി. അവൻ എന്നെ തന്നെ തുറിച്ചു നോക്കുകയാണ്. അവൻ എന്നോട് ചോദിച്ചു, അങ്കിൾ, ആർ യു എ ഫാദർ? ഞാൻ പറഞ്ഞു, യെസ്, യു ക്യാൻ സീ മൈ ഡ്രസ്. അവൻ്റെ അടുത്ത ചോദ്യം, അങ്കിൾ, ആർ യു എ ക്രിസ്ത്യൻ? ഞാൻ വിചാരിച്ചു, എന്ത് മണ്ടൻ ചോദ്യമാണ് ഇവൻ ചോദിക്കുന്നത്. ഞാനൊരു ഫാദറാണെന്ന് പറഞ്ഞല്ലോ, പിന്നെ എന്തിനാണ് രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ പ്രസക്തി? എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇന്നും എൻ്റെ മനസ്സിൽ പ്രതിധ്വനിക്കുന്നതായിട്ടുള്ള ചോദ്യം അതാണ്. ഐ മേ ബി എ ഫാദർ, ഐ മേ ബി സംബഡി, but am I a Christian? That is the most pertinent question.